വെൽക്കം ടു ഉഷാസ് കുക്കറി. ഇന്ന് ഞാൻ പുട്ടുപൊടി കൊണ്ട് കുഴക്കട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് നമ്മൾക്ക് നോക്കാം. 1 കപ്പ് പുട്ടുപൊടി, 1/2 സ്പൂൺ പെപ്പർ പൗഡർ, 1 കപ്പ് തേങ്ങ ചുരണ്ടിയത്, 1 ഗ്ലാസ് വെള്ളം, പച്ചമുളക് 4 എണ്ണം ചെറുതായി മുറിച്ചത്. നിങ്ങൾക്ക് എരിവ് എത്ര വേണ്ടെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇത് വറ്റൽമുളക് 2 എണ്ണം മുറിച്ചത്, 1 മുറിച്ച് വെച്ചാൽ മതി, അതൊരു കളറിനാണ്. കാഷ്യൂനട്ട് 10 എണ്ണം ചെറുതായി മുറിച്ചത്, കറിവേപ്പില 1 വലിയ കൊത്ത് മുറിച്ചത് ചെറുതായിട്ട്, 1 വലിയ സവാള മുറിച്ചത്. ഇതെല്ലാം ഒന്നിച്ച് കടുക് വറുത്തിട്ട് ഇതെല്ലാം ഒന്നിച്ച് ഫ്രൈ ചെയ്യാനുള്ളതാണ്. ഉപ്പ് ഞാൻ ആദ്യം ഇടുന്നുണ്ട്. പിന്നെ ഉപ്പ് നമ്മൾക്ക് പോരെങ്കിൽ പിന്നെ കുറച്ചുകൂടി ഇടാം. പെപ്പർ പൗഡർ, പുട്ടുപൊടി, തേങ്ങ ചുരണ്ടിയത്, ഇതില് 1/2 ഗ്ലാസ് വാട്ടർ ഒഴിക്കുക. 1/2 ഗ്ലാസ് വയ്ക്കുക. നന്നായിട്ട് ഇളക്കുക. മിക്സ് ചെയ്യാം, നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പുട്ടിന് മിക്സ് ചെയ്യുന്ന പോലെ അത്രയും വാട്ടർ അത്രയും ആയിട്ടുള്ളൂ. ഇനി കടുക് വറുത്ത് ഇതെല്ലാം ഫ്രൈ ചെയ്തിട്ട് ഇടണം. ഓയിൽ ഒഴിക്കുക. പാനിൽ കടുക് ഇടും. കാഷ്യൂനട്ട് ഒരു ബ്രൗൺ കളറിൽ ആകുന്നവരെ ഫ്രൈ ചെയ്താൽ മതി. കാഷ്യൂനട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ ഈ മാവിൽ നമ്മൾക്ക് മിക്സ് ചെയ്യാം. കാഷ്യൂനട്ട് ബ്രൗൺ കളറിലായി. മാവിൽ മിക്സ് ചെയ്തിട്ട് ഇനി നന്നായിട്ട് വാട്ടർ ഒഴിച്ചിട്ട് കുഴയ്ക്കണം. ഇനി ഈ ബാക്കിയുള്ള വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് ആ പച്ചവെള്ളം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ നമ്മുടെ കൈ പൊള്ളൊന്നുമില്ല. നന്നായിട്ട് മിക്സ് ചെയ്യണം മാവ്. അടിയിലൊക്കെ മാവുണ്ടാവും. നന്നായിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്യണം.
ഉപ്പ് മതിയോ നോക്കണം. ഉപ്പ് കറക്റ്റാണ്. ഇച്ചിരി പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇഡ്ഡലി തട്ടി വയ്ക്കാം. താഴെ ഇഡ്ഡലി തട്ടി വയ്ക്കാം. മുകളിലത്തെ വേണ്ട, താഴെ വയ്ക്കാം. എന്നിട്ട് ഇത്രയും റൗണ്ടിൽ കുഴക്കട്ട ഈ അളവിൽ റൗണ്ടാക്കിയിട്ട് വെക്കണം. ഒരുപാട് വലുതാക്കിയാൽ വേവിക്കുവാൻ കഷ്ടമായി, ഉള്ളു വേകാൻ ഒരുപാട് ടൈം പിടിക്കും. നമ്മൾ കുറച്ച് കുഴക്കട്ട ഉരുട്ടുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് ഉരുട്ടണം, അല്ലെങ്കിൽ മാവ് ഡ്രൈ ആയി പോകും. വേഗത്തിൽ ചെറിയ ഉരുളയല്ലേ, വേഗം നമുക്ക് റൗണ്ടായിട്ട് കുഴക്കട്ട റൗണ്ടായി ഉരുട്ടാൻ പറ്റും. കുഴക്കട്ട എല്ലാം റൗണ്ടായി ഉരുട്ടി കഴിഞ്ഞു. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഉരുട്ടുമ്പോൾ ഒന്ന് കയറിയണം, വെള്ളയില്ല, പൊടിഞ്ഞു പോണു അങ്ങനെ വിചാരിക്കരുത്. കൈ പ്രസ് ചെയ്തിട്ട് നന്നായിട്ട് ഉരുട്ടിയാൽ ഉരുളയാവും. പിന്നെ ഓൾറെഡി നമ്മൾ ആവിയിൽ വേവിക്കുമ്പോൾ ആവിയിലത്തെ വെള്ളം അതിൽ വീണ് നന്നായി വേകുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെല്ലാം കറക്റ്റാണ്. ഇനി വേഗട്ടെ കുഴക്കട്ട, അടച്ചു വയ്ക്കാം ഇഡ്ഡലി പാത്രം. നമുക്ക് കുഴക്കട്ട വെന്തു നോക്കാം. കുഴക്കട്ട നിങ്ങൾക്ക് സ്പൂൺ കൊണ്ട് വേണമെങ്കിൽ നോക്കാം. ഇങ്ങനെ വെന്തിട്ടുണ്ട്. വെന്തിട്ടില്ല എന്നറിയണമെങ്കിൽ ഇതിലൊക്കെ മാവിൻ്റെ ഉണ്ടാവും. ഒന്നുമില്ല, നന്നായി വെന്തിട്ടുണ്ട്. പച്ചമാങ്ങ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. പുളിച്ച മാങ്ങയായ കാരണം പകുതി എടുത്ത് തൊലി കളഞ്ഞിട്ടുണ്ട്. പുളിക്കാത്ത മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടി എടുക്കാം. കുറച്ച് ചെറിയ ഉള്ളി, ഇത് മാങ്ങ കട്ട് ചെയ്തത്. പച്ചമുളക് 4 ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് എടുത്താൽ മതി, 2 3. പിന്നെ തേങ്ങ ഒരു 3/4 കപ്പോളം എടുക്കാം. ഉപ്പ് പാകത്തിന് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ചെറിയ മിക്സിയിൽ, വെള്ളം പോലെ ആയിരിക്കരുത്, കട്ടിയായിട്ട് ചമ്മന്തിയാണ്. കുറച്ച് കട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചു. കട്ടയും മാങ്ങാ ചമ്മന്തിയും റെഡിയാണ്. ടേസ്റ്റി ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കൂ വീട്ടിൽ. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ ഓൾവേസ്.